പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട PVC മിഷണറിയുടെ പ്രവർത്തനവും അതുപോലെ തന്നെ വിശ്വാസ യാത്ര കോട്ടയ്ക്കലും കൂടി ചേർന്ന് ഇന്നത്തെ ഈ പകൽക്കാലം ഒരുക്കിയിരിക്കുന്ന സഭാ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദിയിൽ അവിടെയും പുറകിലും മുമ്പിലുമായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവഭൃത്യന്മാർ, അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച കൊയർ, മുമ്പിലായിരിക്കുന്ന ദൈവവിശ്വാസികൾ, ഈ ഉച്ചഭാഷണിക്കിലായിരുന്നു കൊണ്ട് ശ്രോതാക്കൾ എല്ലാവർക്കും ഇന്നേക്ക് വേണ്ടി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ ദൈവത്തിൻ്റെ തിരുവചന ധ്യാനത്തിലേക്ക് തിരിപ്പാൻ ശ്രദ്ധയെത്തിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങോട്ട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. നമ്മളിവിടെ ആയിരിക്കുന്നതും നമ്മൾ ഈ ഓടുന്നതിൻ്റെയും അധ്വാനിക്കുന്നതിൻ്റെയും ഏറ്റവും പരിണത ഫലം നമ്മൾ നിത്യരാജ്യം അവകാശമാക്കണം. സ്വർഗത്തിൽ പോകണം. നാം പലയിടങ്ങളിൽ പല രീതികളിലും ആരാധനകളും കൂട്ടായ്മകളും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉപവാസങ്ങളൊക്കെ നടത്താറുണ്ട്. എങ്കിലും ഇന്ന് വരയ്ക്ക് 21 ദിവസം നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരു ഉപവാസം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താറില്ല. ഒരു 7 ദിവസം ഉപവാസം സ്വർഗത്തിൽ പോകാനെന്ന് പറഞ്ഞ് നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ പറയപ്പെടുന്ന ഭാഗം സഭയുടെ അനുഗ്രഹം, നമ്മുടെ ആത്മീയ വർധനവ്. എങ്കിലും ഇന്ന് രാത്രി ഈ പകൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, നമ്മൾ ഈ അധ്വാനിക്കുന്നത് ഓടുന്നതെന്നും വൃഥാവാകാതെ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പൗലോസ് പറഞ്ഞൊരു ഭാഗം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതൊക്കെയും മറന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പരമപിടിയിൽ ലാക്കിലേക്ക് ഓടുകയാണ്. ഓടി തീർന്നില്ല. പൗലോസ് ഓടിയിട്ട് അവസാനം പറഞ്ഞ് തൻ്റെ അധ്വാനങ്ങൾ വെറുതല്ല എന്ന് കണ്ടിട്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിത്യജീവന അവകാശം എന്തു ചെയ്യണം? അപ്പോൾ പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്, പുതുതായി ജനിച്ചാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നിത്യരാജ്യം കിട്ടും. യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് കേട്ടു, നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ യേശു പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്, നീ അപ്പനെ അമ്മയെ അനുസരിക്കണം, ബാക്കി കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, ബഹുമാനാർത്ഥം ഇതെല്ലാം നീ ചെയ്യണം, ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പം ഈ മനുഷ്യൻ യേശുവിനോട് തിരിച്ചു പറഞ്ഞൊരു ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇത് ഞാൻ ആദ്യം മുതലേ ചെയ്തു വരണം, വേറെ ഒരു കുഴപ്പമില്ല. യേശു നിന്ന് അവനോട് പറഞ്ഞു, മോനെ, നീ ഉള്ളത് എല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗ്ഗരാജ്യത്തിൽ നിനക്ക് പ്രതിഫലം കിട്ടും. വചനം പറയുന്നത്, ഇവൻ അധിക സമ്പന്നനായി ഇവൻ യേശുവിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ നാം ക്രിസ്തുവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചു എങ്കിൽ നമ്മൾ പുതു മനുഷ്യനായി തീരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് മാറിപ്പോവുകയാണ്. പക്ഷേ നമ്മൾ പഴയത് നീങ്ങിപ്പോയി പുതിയത് നമ്മിൽ വരാൻ നമ്മളെ അനുവദിക്കാത്ത കാര്യം ലൂക്കോസിന്റെ സുവിശേഷം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ പറഞ്ഞു പോവുകയാണ്. യേശു ഉപമകളാൽ പറയുന്ന ഒരു ഭാഗം, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകണം. ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിരിക്കും, നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. ഇന്ന് പകൽക്കാലമുള്ള ഒരു ദൈവിക സന്ദേശം, നമ്മുടെ മേൽ ചില കെട്ടുകൾ വ്യാപരിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ആ കെട്ടുകളെ അങ്ങ് പൊട്ടണം. ചില കെട്ടുകൾ കാരണമാണ് നമുക്ക് നികരാൻ കഴിയാത്തത്, ഉയരാൻ കഴിയാത്തത്, മുമ്പിലേക്ക് വരാൻ കഴിയാത്തത്. യേശു പോലും പറഞ്ഞൊരു ഭാഗമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ദൈവം നമ്മളെ അറിയണം. കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭാഗം മനസ്സിലാക്കേണ്ട കാര്യം, യോസേപ്പിൻ്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു, അവൻ കൃതാർത്ഥനായിരുന്നു, യഹോവ അവൻ ചെയ്ത സകല കാര്യങ്ങളും സാധിപ്പിച്ചു. ഇന്ന് പകൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളെ കൂടെ ദൈവം ഇല്ല. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെടുന്നു എങ്കിൽ നമ്മളെ കൂടെ ദൈവം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് വിജയിക്കണമെങ്കിൽ നമ്മളെ കൂടെ ആര് വേണം? ദൈവം വേണം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ നമ്മൾ നടക്കനെ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മുടെ നടപ്പാണ് പ്രധാനം. ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ തിരുവചനം പറയുന്ന നടപ്പ് ക്ലിയർ ആകണം. യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞു, വീഴാതെ വണ്ണം തങ്ങളെ തന്നെ കാത്തുകൊണ്ട് തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ നിന്നതേ അല്ല, നമ്മൾ അറിഞ്ഞതേ അല്ല. പക്ഷെ എങ്കിലും ദൈവം തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ചില കെട്ടുകൾ മാറും. എനിക്ക് മുമ്പ് പ്രസംഗിച്ച തിരുദൈവദാസൻ പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയാണ്, പൗലോസിൻ്റെ മേൽ കയ്യിൽ ഒരു അണലി ചുറ്റി. ബർബരന്മാരെല്ലാം ചിന്തിച്ചു, ഇവൻ ഇപ്പോൾ തീരും.
പലപ്പോഴും നമ്മുടെ മേലൊരു ബന്ധം എന്തെങ്കിലും ഒരു പ്രതികൂലങ്ങൾ വരുമ്പം പലരും നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും പള്ളിക്കാരും പാതിരിക്കാരും എല്ലാവരും പറയും ഇപ്പം അങ്ങ് തീരും. ആനാ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സകലത്തിനെയും കുടഞ്ഞ് എഴുന്നേറ്റ് മുമ്പിലേക്ക് വരുവാൻ ദൈവശക്തി നമ്മുടെ മേൽ പ്രാപിക്കണം. പൗലോസ് നിഷ്പ്രയാസം ആ ജന്തുവിനെയോ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് പകൽ ഞാൻ ദൈവാലോചന ഈ ദേശത്തോട് എല്ലാവരും പറയുന്നു, നമ്മുടെ മേൽ പിശാച് കെട്ടിയ ചില കെട്ടുകൾ അഴിക്കണം. എന്തിനാണ് പിശാച് കെട്ടിയ കെട്ടുകളെ നാം അഴിക്കേണ്ടതിൻ്റെ കാര്യം? വചനം ഇങ്ങനെ പറയുന്നു, ഈ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് കഴുതയെ അഴിച്ചുകൊണ്ട് വരും. ആരെങ്കിലും ഈ കഴുതയെ അഴിക്കുന്നത് എന്തെന്ന് കേട്ടാൽ മറുപടിയാണ് ഇന്ന് പകൽ നമ്മോടുള്ള ദൈവിക ആലോചന. ഇവയെ കൊണ്ട് കർത്താവിന് ആവശ്യം, നമ്മെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. നാം ഓരോരുത്തരെയും കൊണ്ട്, എന്നെ കൊണ്ട്, നമ്മ ഓരോരുത്തരെയും കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ചില ഉദ്ദേശങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്. പക്ഷേ അതിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വണ്ണം ചില മേഖലകളെ പിശാച് നല്ലവണ്ണം ഒന്ന് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ മേൽ പിശാച് കെട്ടിയ ബന്ധനങ്ങൾ അഴിയണം. എങ്ങനെയാണ് പിശാച് കെട്ടിയത്? ഒന്ന്, ഈ കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കെട്ടുകളുണ്ട്. ദൈവത്തിന് മഹത്വം. എന്താണ് ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമെന്നുള്ളൊരു കെട്ടാണ് താലികെട്ട്. താലികെട്ട്, കാലിക്കെട്ട്, കഴുത്തിക്കെട്ട്, കരളിക്കെട്ട്. പിന്നെ ഇപ്പം കഴുത്തിക്കെട്ടാണ് ഏറ്റവും പ്രധാനം. കഴുത്തി കെട്ടിയാലേ ആൾ കൂടുള്ളൂ, അല്ലേ? കഴുത്തി കെട്ടുമ്പോഴാണ് പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്, പിന്നെ പോലീസായി പട്ടാളമായി 2 ദിവസത്തിനകത്ത് ബോഡിയും വരും. ഇത് അവസാന കെട്ടാണ്. ഈ കെട്ടല്ല ഉദ്ദേശിച്ചത്. ബൈബിളിൻ്റെ അകത്തുള്ള പ്രധാനമായ പിശാച് ഉയരാൻ കഴിയാതെ വണ്ണം, നിത്യതയിലേക്ക് നമ്മെ വിടാതിരിപ്പാൻ കഴിയവണ്ണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴി കിടക്കുന്നത് പറയാം. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം, ആരാധിപ്പാൻ കഴിയാതെ വണ്ണം, പാടാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ വണ്ണം, പള്ളിയിൽ പോകാതെ വണ്ണം, ഒന്ന് കൈയടിച്ച് അന്യഭാഷ പറയാതിരിപ്പാൻ കഴിയാതെ വണ്ണം പിശാച് നമ്മെ ചില മേഖലകളെ കെട്ടിയിട്ടുണ്ട്. ചില സാമ്പത്തിക മേഖലകൾ, ചില തലമുറകളെ മേൽ പിശാച് കെട്ടിയിട്ടുണ്ട്. ചില തലമുറകളെ മേൽ. ഞാൻ ഇന്നലെയും സുവിശേഷ യോഗം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു മനോഹരമായ ഭാഗം ഒന്നുകൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായി പ്രാർത്ഥിക്കേണ്ട വിഷയം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പാസ്റ്റർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം? ഇന്ന് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവർത്തനം തലമുറയോട് ബന്ധത്തിലാണ്. തലമുറയോട് പിശാച് ചെയ്യുന്ന 2 കാര്യം. ഒന്ന്, തലമുറകളെ അടിമയാക്കും. അടുത്ത പ്രത്യേകത, ഈ തലമുറകളെ കൊല്ലും. എന്താ പാസ്റ്റർ? തലമുറകളെ അടിമയാക്കുന്നു, തലമുറകളെ കൊല്ലുന്നു. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ചുറ്റുപാടും എടുത്ത് പരിശോധിച്ചാൽ 10 വയസ്സ് തുടങ്ങി 30 വയസ്സിനകത്തുള്ള തലമുറകൾ ഇന്ന് പലതിനും അടിമയാണ്. ഒന്ന്, മദ്യത്തിന് അടിമ, മയക്കുമരുന്നിന് അടിമ, കഞ്ചാവിനടിമ, ഈ ലോകത്തിനടിമ, ലൗകിക സുഖങ്ങൾക്കടിമ, മൊബൈൽ ഫോണിനടിമ, ഒരു ചിന്താഗതികളും ഇല്ലാതെ സകലത്തിനും അടിമകളാക്കി പൊക്കോണ്ടിരിക്കുമ്പോൾ, അടുത്തൊന്ന് പറഞ്ഞാൽ ചില രോഗത്തിനടിമയാക്കിയാണ്. മാരകമായ രോഗങ്ങൾക്ക് തലമുറകളെ പിശാച് അടിമയാക്കുന്നു. രണ്ടാമത്തെ പദം, ഈ അടിമയാക്കിയ തലമുറകളെ ആര് കൊല്ലുന്നു? പിശാച് കൊല്ലുകയാണ്. എങ്ങനെയാ പിശാച് കൊല്ലുന്നത്? ഒന്ന്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് വാഹന അപകടങ്ങളാണ്. വാഹന അപകടങ്ങൾ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നു. ഹോശേയ പ്രവചനം വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. തമിഴിൽ ഇച്ചിരി പറഞ്ഞാൽ യഹോവയ്ക്ക് ദേശത്തോടൊരു വഴക്കുണ്ടെന്നാണ്. ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പിൻ, യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ഒന്ന്, ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവ പരിജ്ഞാനമില്ല. അവർ ആണയിടുന്നു, ഫോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് ഏത് ദേശത്താണ് സമാധാനമുള്ളത്? കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് 14 വയസ്സുകാരിയെ 16 വയസ്സുകാരൻ കൊണ്ടുപോയി മൃഗീകമായി പീഡിപ്പിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ കൊന്നിടുവാനിടയെത്തിരുന്നു. ആ വീട്ടിനകത്ത് എന്താ സമാധാനം? വചനം പറയുന്നു, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പകൽ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. യെശയ്യാ പ്രവചനം വിളിച്ചു പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഉണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ ഇന്ന് പകലും എന്നെ നിർഭയം വസിപ്പാനിടയായി തീർന്നത്. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വ്യക്തിതലത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദേശത്ത് സത്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യോവേൽ പ്രവചനം പറഞ്ഞു, പെതൂലിൻ്റെ മകനായ യോവേൽ യഹോവയുടെ അരുളപ്പെടേണ്ടത്, ദേശത്ത്
ഇങ്ങനെ ഒരു വർത്തമാനം നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ മൂപ്പന്മാരുടെ കാലത്തോ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ദുഷ്കാലം. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, അന്ത്യകാലഘട്ടത്ത് ദുർഘട സമയം വരുമെന്ന് ഓർത്തുകൊള്ളി. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ധാഷ്ട്യക്കാരും നിഗളികളും ഈ ലോകത്തിലുണ്ടാകും. ഇന്ന് ഏത് കുടുംബത്തിലാണ് തലമുറകൾ അപ്പനെ അമ്മയെ അനുസരിക്കുന്നത്? അപ്പനെ അമ്മയെ അനുസരിച്ചിരുന്നു എങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം 14 കാര്യം മരിക്കത്തില്ലായിരുന്നു. പോയതുപോലെ സ്കൂളിൽ പോയതുപോലെ കറക്റ്റാ വന്നിരുന്നേ കുഴപ്പമില്ല. അവസാന രാത്രി വിളിച്ച് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടമ്മ എന്ന് പറഞ്ഞു. പ്രാണനെ വിട്ടുപോയ അമ്മയ്ക്ക് പ്രാണനെ തിരിച്ചു വന്നാൽ, എന്നാൽ രാത്രി അറിയുന്നു മകൾ മരിച്ചു കിടക്കുക. വീട്ടിനകത്ത് സമാധാനങ്ങളില്ല. ഇന്ന് രാത്രി ഈ പകൽ വ്യക്തമായി വിളിച്ചു പറയാം, സമാധാനത്തെ നൽകുവാൻ സമാധാനത്തിന്റെ ഉടയനായ യേശു ക്രിസ്തുവേ ഉള്ളൂ. നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആ ഒരു ദൈവ സ്നേഹമാണ്. ആ ഒരു ദൈവ സ്നേഹമാണ് ഇന്ന് പകൽ നമ്മെ നിർബന്ധിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. പൗലോസ് ഒന്ന് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നതായി കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടെ പോലെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ കാണുന്ന സകലത്തിലും ജയം പ്രാപിക്കുന്നു. വചനം പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് പൗലോസ് ഉറച്ചതുപോലെ ഈ വിശുദ്ധ പകലിൽ ഈ പന്തലിലായിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന ദൈവവിശ്വാസികളെ നിങ്ങൾ യേശുവിൽ സമർപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. സന്തോഷത്തോടു കൂടെ ജീവിക്കണം. തിരുവചന സൂക്തം നമ്മെ വെളിപ്പെടുത്തുന്നത്, ഒരു വീട് നിറയെ കലകത്തോട് കൂടിയ ഭോജനത്തെക്കാൾ സമാധാനത്തോട് കൂടിയ ഉണങ്ങിയ ഒരു കഷ്ണം അപ്പയേറെ നല്ലത്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സമാധാനം തരുവാൻ യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളെയും പിശാച് ആവഹിച്ച് പോകാതിരിപ്പാൻ വചനം പറയുന്നു, പിശാചോ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ഊരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊരു മോചനം വരാൻ ഇന്ന് പകൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകത്തിൽ മനശ്ശെയോടും അവൻ്റെ ഗോത്രത്തോട് യഹോവ വചനങ്ങളെ പറഞ്ഞു. അവനോ കേട്ടില്ല. അപ്പോൾ കേൾക്കാതെ വന്നപ്പോൾ വചനം പറയുന്നു, ദൈവം മനുഷ്യയെ കൊളുത്തുകൊണ്ടും ചങ്ങല കൊണ്ടും പിടിച്ചു. ഇന്ന് ഈ പകൽ ഞാൻ ഒരു കാര്യം പറയാം. യേശുവിൻ്റെ അടുക്കലേക്ക് വരാത്തവനെ, പണ്ടൊരു പഴഞ്ചൊല്ലി പറയാം, ചിട്ടയ്ക്ക് വരാത്തവനെ ദൈവം വട്ടത്തിൽ ചുറ്റി ചിട്ടയിലേക്ക് കൊണ്ടുവരും. ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ കൊണ്ടുവരേണ്ട ദൈവം കൊണ്ടുവന്നിരിക്കും. എന്ത് പ്രതികൂലത്തിൻ്റെ മധ്യം ദൈവം കൊണ്ടുവരും. മനശ്ശെ ചങ്ങല കൊണ്ട് കൊളുത്തുകൊണ്ട് ദൈവം പിടിച്ചപ്പോൾ വചനം തമിഴിൽ എത്തിക്കൂട്ടി രസമാണ്. അവൻ ആണ്ടവരായ കർത്തനെ നോക്കി കെഞ്ചി ചൊന്നതെന്തെന്നാ, യേശു അപ്പാ എന്നെ ഒന്ന് വിടിവിക്കണമേ. നമ്മൾ യേശുവിനോടൊന്ന് കെഞ്ചി പ്രാർത്ഥിക്കണം. കെഞ്ചി പ്രാർത്ഥിച്ചാൽ ആ ദൈവം നമ്മളെ വിടിവിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ ലോകത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ കരയുന്ന മനുഷ്യൻ ലോകത്തിൻ്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ കൈയടിക്കുന്ന മനുഷ്യൻ ലോകത്തിൻ്റെ മുമ്പിൽ കൈയടിക്കേണ്ടി വരത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന മനുഷ്യ ലോകത്തിൻ്റെ മുമ്പിൽ നീ നിലവിളിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടിവിച്ച ദൈവത്തിന് എന്തു മഹത്വം! യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഈ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഇന്ന് പകൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? തൻ്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെ വിട്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? നിത്യജീവൻ്റെ മൊഴികൾ യേശുവിലാണുള്ളത്. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ നമ്മെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ ഈ പകൽക്കാലത്തെ ആരാധന മുഖാന്തരം കർത്താവേ എൻ്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ, എൻ്റെ തലമുറകളെ ഒന്ന് പണിയണമേ. യേശുവപ്പാ, എൻ്റെ തലമുറകൾ ആരും ഈ ലോകത്തിൽ നശിച്ചു പോകരുതപ്പാ. യുവതലമുറകൾ അനേകമായ അടിമകൾ പിശാചിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നു. കർത്താവേ, ഒരു മോചനം തരണേ യേശുവപ്പാ. തലമുറകൾ വിച്ഛേദിച്ച് പോകരുതപ്പാ. മരണത്തിന് കീഴ്പ്പെടുത്തല്ലപ്പാ. ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വിടല്ലപ്പാ. യേശുവപ്പാ, ഞങ്ങളുടെ കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ. ഒരു വീട്ടിൻ്റെ ആശ്രയവും തുണയും സന്തോഷവും തലമുറകളാണ്. തലമുറകൾ മാറുമ്പോൾ, നശിക്കുമ്പോൾ അപ്പനോ അമ്മയ്ക്കോ ആ സമാധാനം കിട്ടത്തില്ല. എന്നാൽ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഈ പ്രാർത്ഥന, ഈ കൂട്ടായ്മ നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ.
വചനം ചോദിക്കുന്നു, കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി? നാം ഓരോരുത്തരും ദേശത്തിൻ്റെ കാവൽക്കാരായിരുന്നു കൊണ്ട് ദേശത്തിന് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തെ തീയിൽ നിന്നും വലിച്ചെടുത്ത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രവാശയിൽ ആമേൻ വചനം പറയുന്നു, തീപ്പൊയ്കയിൽ തള്ളിയിടാത്ത വണ്ണം ജീവപുസ്തകത്തിൽ നാം പേരെഴുതപ്പെടേണ്ടതിന് നമ്മളെ തന്നെ ഇന്ന് പകലിൽ സമർപ്പിക്കാമോ? നമുക്കൊരു പാട്ട് പാടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇരുകരങ്ങളും ചേർത്തടിച്ച് മഹത്വത്തിൻ്റെ രാജാവായ ദൈവത്തിന് മഹോന്നതയിൽ നമ്മൾ അന്ധകാരത്തിൽ കടന്നു ആ പ്രകാശത്തിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു നീർത്താഴ്വരെ ഇല്ലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വരെ ജനം കണ്ടു ല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിനെ ഒരുങ്ങിടാം. വിശ്വാസത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങിടാം. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങിടാം. മാലിന്യപ്പെട്ടിടാതോതിടുക മണവാളൻ വരവേറ്റ മടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോതിടുക മണവാളൻ വരവേറ്റ മടുത്തുപോയി. മണി ആറയിൽ പോയി നാം ഒരുങ്ങിടാം. മണി ആറയിൽ പോയി നാം യേശുവേ വിശുദ്ധിയെ തികച്ചുന ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചുന ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തം നെൽപ്പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തം നെൽപ്പലതും ശബരം ധനമ ഉടവരം ധനമ ശബരം ധനമ ഉടവരം ധനമ ഉടവരം ധനം ശബരം ധനമ ഉടവരം ധനമ ശബരം ധനമ ശബരം ധനമ ശബരം ധനമ ഉടവരം ധനമ ശബരം ധനമ ഉടവരം ധനമ ശബര നിഗതം പ്രൗഢം പ്രൗഢം ജഗലകരകദല വൈടവരം ധനമ ശബര. ഇന്ന് പകൽക്കാല ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇന്ന് പകൽക്കാല വ്യക്തി ജീവിതങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ശാരവരം ധന പൗഡവരം ധന വൈശവരം ധന പൗഡവരം ധന പുരവൽക്കവരം ധനവേ. ഹല്ലേലൂയ.